കുറച്ച് വേഗം കൊടുക്കും സാർ പ്ലീസ് സാർ നൈസ് ആയിരുന്നു പ്ലീസ് പ്ലീസ് അയ്യോ സാർ എന്റെ തലടിച്ച് പൊട്ടിച്ച് പത്രക്കാരെ ഫോട്ടോ എടുത്ത് ഫ്രണ്ട് വെച്ച് കൊടുക്കണേ. അയ്യോ എന്തോ കുഴപ്പമുണ്ട് വിരലുകൾ അസ്ഥിക്കൂടം പോലെ അല്ലേ? കുഴപ്പമൊന്നുമില്ലടോ. എന്നാലൊരു പ്ലാസ്റ്റിക് സിസ്റ്ററെ ഈ പോലീസുകാരെ എല്ലാരും അറിയട്ടെ. നായാട്ട് നായാട്ടോ വിളയാട്ടോ പ്രക്കാട്ടോ എന്തെങ്കിലും ആവട്ടെ ഒരു ചെറിയ പ്ലാസ്റ്റിക് സിസ്റ്റർ. അതിന്റെ ഒന്നും ആവശ്യമില്ല. സിസ്റ്റർ കമ്മിയാണല്ലേ? ഇവിടെ ബെഡും കമ്മിയാ. കയ്യും കാലും ഒടിഞ്ഞവർക്ക് ഇവിടെ കിടക്കാൻ സ്ഥലമില്ല. മനുഷ്യന്റെ സമയം മെനക്കെടുത്താതെ ഒന്ന് പോയേ. ഈ മരുന്നെങ്കിലും തരോ? അത് മുഖം കഴുകിയാൽ മതി പൊക്കോളും. ചെറിയൊരു ബാൻഡൊക്കെ തരോ? പുറത്ത് മെഡിക്കൽ സ്റ്റോറി കിട്ടും, വേണേ പോയി മേടിച്ചേ കുടിച്ചോ. ആരോഗ്യവകുപ്പ് മൊത്തം താറുമാറാണല്ലേ. ഹലോ ലീഡറെ, രാജനാണേ. എടാ എങ്ങനെയുണ്ട് ടി വിന്റെ പെർഫോമൻസ്? നീ കണ്ടായിരുന്നോ? കണ്ടങ്ങ് മൂത്ത് വരെയായിരുന്നു. പക്ഷെ അപ്പോഴാ നമ്മുടെ നക്സല് മത്തായിക്കുട്ടി മാപ്പിള മരിച്ച കാര്യം അറിഞ്ഞത്. 4-ാം മരല കഴിഞ്ഞ ദിവസം പുള്ളിനെ കണ്ടപ്പോ 1000 രൂപ കടന്നു പറഞ്ഞു. അത് പോയി ഇല്ലടാ, ഇതൊരു ചാൻസ് ആണ്. എനിക്ക് കഴിഞ്ഞ തവണ 7-ാം വാർഡിൽ ദാഴ്ചനെ വരച്ചപ്പോ സുന്ദരൻ സ്കോർ ചെയ്തത്. ഇത്തവണ എനിക്ക് സ്കോർ ചെയ്യണോടാ. ദേ ലീഡർ പറഞ്ഞാ മതി, അതുപോലെ ചെയ്തിരിക്കും. നീ ഒരു പണി മാപ്പിളുടെ കാലിന്റെ അവിടെ ഒരു റീത്ത് വെക്ക്. നെഞ്ച് തന്നെ വെച്ചു റീത്ത്. എന്നാലേ 4 പേര് കേപ്പിനൊന്നും അറിയുള്ളൂ. അല്ല നെഞ്ചത്ത് വെക്കണമെങ്കിൽ റീത്തിന്റെ പൈസ കൊടുക്കും. നീ 5 ട്രില്യൺ ഇന്ത്യൻ എക്കണോമിയെ പരിഹരിക്കരുത്. അതിനൊക്കെ വഴിയുണ്ടാക്കാം. എന്തായാലും പാലമ്പണിയുടെ കാര്യം അടിയന്തരമായി ചർച്ച ചെയ്തേ പറ്റും. ഏയ് ഇത്തരം ആരോപണങ്ങളിൽ ഒന്നും ഒരു കഴമ്പുമില്ല. പാലത്തിന്റെ ബലം ബ്രിഡ്ജ് മാൻ ഈ ഭാസ്കർ മേസ്ത്രി വന്ന് ചെക്ക് ചെയ്യാമെന്ന് നേരിട്ടുണ്ട്. അത് കഴിയട്ടെ. എന്തിന് ബ്രിഡ്ജ് മാനൊന്നും വേണ്ട. ഒരു സൈക്കിള് കയറിയാൽ തന്നെ പാലം കട നടക്കുക. 600 ചാക്ക് എന്നൊക്കെയാ കണക്കിൽ എഴുതിയിരിക്കുന്നത്. പക്ഷെ ആറിട്ടോന്ന് വരെ സംശയമുണ്ട്. പഞ്ചവടി പാലം, പാലാരിവട്ടം പാലം, ദേ ഇപ്പൊ പട്ടരകടവ് പാലം. പണ്ട് ആറ്റുമണല ഉപയോഗിച്ചുകൊണ്ടിരുന്നു, ഇപ്പൊ പാറപ്പൊടിയാണ്. അതിന്റെ ചെറിയ ഒരു വില വ്യത്യാസം, അല്ലാതെ അഴിമതിയൊന്നുമില്ല. അല്ലേ ശ്രീജയ്? അതാണ് പുതിയതായിട്ട് ഞങ്ങൾ വെച്ച സ്ട്രീറ്റ് ലൈറ്റ് എല്ലാം കത്തുന്നുണ്ടല്ലോ. അത് അടുത്ത അഴിമതി. സ്ട്രീറ്റ് ലൈറ്റ് കത്തുന്നില്ല എന്ന് പറഞ്ഞായിരുന്നു പരാതി മുഴുവൻ. സ്വിച്ച് ഇട്ടപ്പോ പോസ്റ്റോടെ നിന്നാ കത്തിയത്. ഇത് അഴിമതിയാണ്. UDPയുടെ അഴിമതിയിൽ പ്രതിഷേധിച്ച് ഞങ്ങൾ കൂട്ടത്തോടെ വാക്കൗട്ട് ചെയ്യുന്നു. അതെ ശരി, ആഗ്രഹം പോലാട്ടെ. പാലമഴിമതി CBI അന്വേഷിക്കുക. ഇൻക്ലാബ് സിന്ദാബാദ്. ആകെ 3 പേരുണ്ട്. പാലമഴിമതി CBI. ചേട്ടാ KP റീത്ത്. പിന്നെ പറഞ്ഞായിരുന്നു റീത്തല്ലേ? കൊണ്ടുപോയിക്കോ. താങ്ക് യു. ചേട്ടാ ഐശ്വര്യേട്ടാ റീത്തിങ് എടുത്തേ, വേഗം ആയിക്കോട്ടെ. മെമ്പറിന്റെ റീത്ത് മേടിച്ചിട്ട് പോയല്ലോ. ആര് KP സുരേഷോ? അല്ലല്ല, ലീഡർ KP അല്ല, ആ രാധൻ. ഓഹോ, അവർക്ക് അത്രയും ബുദ്ധിയായോ? ഇപ്പൊ പോയതിനെക്കാട്ടിലേ മുഴുത്തൊരു റീത്ത് ചട്നി എടുത്തു. ജമന്തി മതി, ജമന്തിയെ. ആയിക്കോട്ടെ, ഇപ്പൊ തരാവേ. അനാചാരത്തിനുമെതിരെ മതങ്ങൾക്കും പൗരോഹിത്യത്തിനും ഫ്യൂഡലിസത്തിനുമെതിരെ പോരാടിയ വിപ്ലവ സമരനായകൻ മത്തായിക്കുട്ടി മാപ്പിളയുടെ ശവസംസ്കാരം മാർ മെട്രോന്യൂസ് ക്ലീറ്റസ് ഇവാനിയോസ് ബാവയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ആചാരപൂർവ്വം നടത്തപ്പെടുന്ന വിവരം. എത്ര റീത്ത് പോയേട്ടാ? ഈ നക്സൽ മാപ്പിളയൊക്കെ ചാത്ത ആരാ റീത്ത് വെക്കാൻ പോകുന്നത്? ഇടതുപക്ഷക്കാർ പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല. സുനന്ദയുടെ പറ്റില്ല 2, പിന്നെ വേറൊരാള്, അത്ര തന്നെ. അതിനൊക്കെ കേരള കോൺഗ്രസ്. ഹോ, എന്താ ഫാൻസ്, എന്താ ഫോളോവേഴ്സ്. റീത്തൊക്കെ ചെറ പറയുന്നു പോവും. മോനെ, ആ KP സുനന്ദ എന്നുള്ളതേ മുഴിപ്പിച്ചടിച്ചോ. നേരത്താണോ ഈ തമാശ കളി? ഒറ്റ വരിയിൽ അടിച്ചു തന്നേ. ശരി എന്നാ. എന്ത് പിടിയില്ല, ചുമ്മാ അല്ല പഞ്ചായത്തിൽ മരണനിരക്ക് കൂടുന്നത്. ഈ ആംബുലൻസിന്റെ അന്തസ്സിന് ചേരുന്ന രീതിയിൽ അങ്ങ് പറപ്പിക്കളിയാ. ശബ്ദം കുറവാണ്. ഞാൻ നിമിഷ. പോരാട്ടങ്ങളുടെ തീച്ചുളയിലൂടെ സമരവീര്യവുമായി ഭൂമിയെ ചുവപ്പിക്കാൻ നടന്ന നക്സൽ നേതാവ് സഖാവ് മത്തായിക്കുട്ടിയുടെ വീട്ടിലാണ് ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത്. അണ്ണ ഒന്ന് മാറി കണ്ണ മുഖം കാണിച്ചതല്ലേ. മരണസമയത്ത് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന മകൻ ഇപ്പോൾ നമ്മളോടൊപ്പമുണ്ട്, മിസ്റ്റർ മോസ്കോ സണ്ണി. മരിക്കുന്നതിന് മുമ്പ് എന്താണ് അദ്ദേഹം അവസാനമായി നിങ്ങളോട് പറഞ്ഞത്? പറഞ്ഞോളൂ, അധികം ആലോചന ഒന്നും വേണ്ട, വേഗം പറയൂ. വയനാട്ടിൽ പോലീസ് വെടിവെപ്പ്,
അരി തേടിയെത്തിയ മാവോയിസ്റ്റുകളെ തണ്ടർബോൾട്ട് വെടിവെച്ചു കൊന്നു. ബൂർഷോളികളെ നീ ഒന്നും ഒരു കാലത്ത് കുടം പിടിക്കും. എന്നാൽ യാഥാർത്ഥ്യം അപ്പനിലെ നക്സലൈറ്റ് അവസാന നിമിഷം വരെ വിപ്ലവം വരുമെന്ന് കരുതിയിരിക്കുകയായിരുന്നു. ഒടുവിലായി പറഞ്ഞത് വിപ്ലവം വിജയിക്കട്ടെ എന്നായിരുന്നു. നിങ്ങളെ അച്ഛന്റെ ഈ വിയോഗം എങ്ങനെയാണ് ബാധിക്കുന്നത്? നന്നായി ബാധിച്ചിട്ടുണ്ട്. അച്ഛൻ ഉറങ്ങാറുണ്ടായിരുന്നോ ശരിക്ക്? അച്ഛൻ ഉറക്കം മാത്രമേ ഉള്ളായിരുന്നു. നല്ല രീതിയിൽ അദ്ദേഹം ഭക്ഷണം കഴിക്കുമായിരുന്നോ? കഴിക്കുമായിരുന്നു, ഷവർമയൊക്കെ. ഇതിവിടെ പാളി ഇന്നലെ ഇവിടെയാണോ കിടന്നത്? കേട്ടൊരു രാശിയില്ലാത്തവരാണല്ലോ. എന്നാലിരിക്കട്ടെ, ഞാനില്ലേ കൂടെ. ഇനി ഞങ്ങളുടെ റിത്ത് കണ്ടാ മതി. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കണ്ട കേട്ടോ. പന്തല് വിളിച്ചളയരുതേ. ചുരുക്കി പറഞ്ഞ ഒരു തോൽവി കൂടി നമുക്ക് ആ ഡയറിയിൽ എഴുതാം. ഇനി ആരെ റീത്ത് വെക്കാൻ സമ്മതിക്കണ്ട. ശരിയാ, മരിച്ച നസ്കലേറ്റിന് ഒരു ബ്രീത്തിങ് സ്പേസ് ഇട്ടിട്ട് വാട്സപ്പ് നോക്കി ഫീലിങ്സ് ആണ് അടിച്ചിരിക്കാതെ ഇത് കൊണ്ട് ഫ്രിഡ്ജ് വെക്കും. ഇമ്മീഡിയറ്റ് ആയിട്ട് ഉപകാരപ്പെടും. ബോഡി എടുക്കാൻ താമസിക്കുവോ? പഞ്ചായത്ത് യോഗം നടന്നുകൊണ്ടിരിക്കുവോ? പോയിട്ട് ചെറിയ അത്യാവശ്യം ഉണ്ടായിരുന്നു. വൈകും. ജഡ്ജി അദ്ദേഹം വരാൻ വെയിറ്റ് ചെയ്യുക. പിന്നെ MLA എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ എന്നാ പിന്നെ ഞാനങ്ങോട്ട് പോവാന്നോ? പോയിട്ട് വരും. റെഡി ആയിട്ട് വെച്ചോ. ഒന്നും വേണ്ട, ശരി. ഓക്കെ സുണ്ടാമ്പറ, ഇന്നെങ്കിലും എന്റെ കാര്യം ഒന്ന് ശരിയാക്കി തരണേ. ഒരു വീട്ടിൽ ഒരു മുട്ടക്കോഴി പദ്ധതിയല്ലേ, അത് ഞാൻ മറക്കുവോ? അല്ല, മോളുടെ ചികിത്സാ കാര്യം എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ വേണമെന്നാണ് ഡോക്ടർ പറയുന്നത്. ധന്യമോളുടെ കാര്യമല്ലേ? അത് പ്രസിഡന്റിന്റെ മേശപ്പുറത്താ. ഇന്ന് ശരിയാക്കാം കേട്ടോ. ഉപേക്ഷ വിചാരിക്കരുത്, വേറെ നിവൃത്തിയില്ലാത്തോണ്ടാ. എന്നെ ഇങ്ങനെ പറഞ്ഞ് വിഷമിപ്പിക്കല്ലേ എന്റെ ചേച്ചി. നിങ്ങളുടെ വാർഡ് മെമ്പറാ പുഷ്കരനല്ലേ? അങ്ങനോട് ഒന്ന് പറഞ്ഞേക്കണേ. ഈ വാർഡ് മാറിയുള്ള കരുതൽ പുള്ളിക്ക് പിടിക്കത്തില്ല, അതുകൊണ്ടാ. ചെല്ലട്ടെ. സോറി. പിള്ളച്ചേട്ടാ, പട്ടണകടവ് പാലമഴിമതി CBI അന്വേഷിക്കുക. പട്ടണകടവ് പാലമഴിമതി CBI അന്വേഷിക്കുക. അഴിമതി വീര പുഷ്കര. രാജിവെക്കൂ, പുറത്തു പോകൂ. സുനന്ദയെ കാണാത്തോണ്ട് പ്രതിപക്ഷം വാക്കൗട്ട് നടത്തി. ഞങ്ങൾക്ക് പേര് ഇറങ്ങി. പിന്നെ കുടുംബശ്രീ യോഗം കഴിഞ്ഞപ്പോഴാ പഴയ നക്സൽ മത്തായിക്കുട്ടി മാപ്പിള ദിവംഗതനായ വിവരം അറിഞ്ഞത്. മനുഷ്യത്വക്കല്ലേ വലുത്. ഒന്ന് അവിടെ വരെ പോയി. അതിന് സുനന്ദയുടെ വാർഡല്ലല്ലോ ഇത്രയും മനുഷ്യത്വം കാണിക്കാൻ. വാർഡൊക്കെ നോക്കി മനുഷ്യത്വം കാണിക്കാൻ പറ്റൂ? ഇത്ര രഹസ്യമായിട്ട് എങ്ങനെ മരിക്കാൻ പറ്റുന്നു? എൻ്റെ വാർഡിലായിട്ട് ഞാൻ പോലും അറിഞ്ഞില്ല. ഒന്ന് വിളിച്ചു പറഞ്ഞത് പോലും. ഒരു മെസ്സേജ് എങ്കിലും. മീറ്റിംഗ് ഉച്ച കഴിഞ്ഞ് മതി, നമുക്ക് അവിടെ വരെ ഒന്ന് പോവാം. ഇലക്ഷൻ വരികയല്ലേ. ഏയ് എവിടെ പോവാ? എല്ലാരും ഇരിക്കുക അവിടെ. ഏതോ ഒരു നക്സലി എത്തതിന് പഞ്ചായത്തിന് അവധിയോ? നമുക്ക് ഇവിടെ 100 കാര്യങ്ങളല്ലേ പാസ്സാക്കാൻ. അതെ, അതാണ്. വർക്കിച്ചായന് ഒരേ ഏക്കർ പാടവും കായലിന്റെ മൂലയും നികത്തണം. കുഞ്ഞപ്പഞ്ചേട്ടന്റെ ഭാര്യയുടെ എനിക്ക് വീട് വേണ്ടേ? പിന്നെ തീർച്ചയായിട്ടും. പിന്നെ പ്രസിഡന്റിന്റെ വാർഡിൽ മഴക്കുഴി. നീനയ്ക്ക് തൊഴിലുറപ്പുകാരെ കൊണ്ട് കപ്പത്തോട്ടത്തിൽ എലി നിർമാർജനം. പിന്നെ എനിക്ക് യശോദ ചേച്ചിയുടെ കുഞ്ഞിന്റെ ധനസഹായം. പിന്നെ വെള്ളപ്പൊക്കത്തിന്റെ ഫണ്ട് വീതം വെക്കല്, ദുരിതാശ്വാസ ക്യാമ്പിൽ ബാക്കി വന്ന സാധനങ്ങളുടെ ലേലം വിളി, കുടിവെള്ളം, കക്കൂസ്, ഇതൊക്കെ ആര് നടത്തും? ഞാനിതങ്ങോട്ട് പറയാൻ തുടങ്ങായിരുന്നു. പിന്നെ ഇപ്രാവശ്യമെങ്കിലും നമ്മുടെ യശോദ ചേച്ചിയുടെ കുഞ്ഞിന്റെ ചികിത്സാ സഹായം ഒന്ന് പാസ്സാക്കണം. ആ അപേക്ഷ മേശപ്പുറത്ത് വന്നിട്ട് കുറേ ആയി. ഇവിടെ അതിനുള്ള കാശൊന്നുമില്ല. അവരോട് റോട്ട് പോയി വല്ല ഗാനമേള നടത്താൻ പറ. അതും കൂടെ പഞ്ചായത്തിന്റെ തലയിലിടല്ലേ. നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ഒരു കുഞ്ഞിന്റെ കാര്യമല്ലേ സാർ? സുനന്ദ, എന്റെ വാർഡ് കയറി അവിടെ നിൽക്കണ്ട, മനസ്സിലായോ? ഓരോന്ന് ഒഴിവാക്കാൻ നോക്കുമ്പോൾ പിന്നെ ഊരാ കൊടുക്കേട്ട് വരും. ചേച്ചി, ഇന്നും പാസ്സായില്ല കേട്ടോ. വിഷമിക്കണ്ട. മോളെ ആശുപത്രി കൊണ്ടുപോകാനുള്ള കാശേ പാൽ സൊസൈറ്റിയിൽ നിന്ന് മേടിച്ചോ, ഞാൻ വിളിച്ചു പറഞ്ഞോളാം. ശരി. ആറില്ലാത്തടുത്ത് ഡാം കെട്ടുകയും ബസ് പോയിട്ട് ഒരു ഓട്ടോ പോലും പോകാത്ത വഴിയിൽ കാത്തിരിപ്പ് കേന്ദ്രം പണിയുകയും മണലോ സിമന്റോ ഇല്ലാതെ പാലം പണിത് മിനിറ്റ് വെച്ച് ഞെട്ടിക്കുന്ന ഈ വെള്ളരിക്ക പട്ടണക്കാരെ കുറിച്ചാണ് ഇന്നത്തെ പ്രൈം ടൈം. മോളെ ഡൂപ്പർ പ്രൈം ടൈം ജോലി ചെയ്യാനും സമ്മതിക്കത്തില്ല. പറഞ്ഞോ. ഹലോ,
തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഒരുപാട് പദ്ധതികൾ ഒരുമിച്ച് പാസാക്കിയതിൽ അഴിമതിയുണ്ടോ എന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണത്തിൽ കഴമ്പുണ്ടോ? ഷാബു, ഞാൻ പരത്തി പറയാണെന്ന് വിചാരിക്കരുത്. വഴി മുടക്കുന്ന പാർട്ടി അല്ല, വഴി നടത്തുന്ന പാർട്ടിയാണ് ഞങ്ങളുടേത്. ഞാൻ ഇടപെടുകയാണ്. അഴിമതിയുടെ കാര്യം അവിടെ നിൽക്കട്ടെ. സുനന്ദയും കെ പിയും തമ്മിൽ ഗ്രൂപ്പ് പോരാണെന്ന് കേൾക്കുന്നതിൽ സത്യമുണ്ടോ? ദ പഞ്ചായത്ത് വാണ്ട്സ് ടു നോ. അതെ, ഞാൻ ചോദിക്കുന്നത് ഐയുടെയും എയുടെയും കാര്യം തന്നെയാണ്. ഗ്രൂപ്പ് വഴക്കൊന്നും ഞങ്ങൾ തമ്മിലില്ല. അതെ, ഇന്നിപ്പോ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ പങ്കെടുക്കാൻ പോകാനുള്ള വഴിക്കാശും ചെലവ് കാശും കെ പിക്ക് ഞാനല്ലേ കൊടുത്തത്. കണ്ട അവള് നിൽക്കിട്ട് താങ്ങാണ്. ഞാൻ അവളിന്ന് കാശ് വാങ്ങിച്ചു. ലീഡർ കാശ് വാങ്ങിച്ച എടാ, ഞാൻ എല്ലാ ദിവസവും ചെലവ് കാശ് വാങ്ങിക്കുന്നല്ലേ. ഈ കാര്യത്തിനാണ് ആ കാശ് എന്ന് പറയുന്ന കാര്യമുണ്ടോ? ആ കണ്ണാടിയുള്ള ഗാന്ധിയാണെങ്കിൽ മേടിക്കാം. അത് പറഞ്ഞപ്പോഴേ ഓർത്ത് നാളെ ഗാന്ധി ജയന്തിയാ. അത് ഓഗസ്റ്റ് 15-നല്ലേ? എടാ, നാളെങ്കിലും സുനിതര പെർഫോമൻസ് നമുക്കൊന്ന് കുറക്കണം. എനിക്കൊരു സീറ്റ് വേണം, എനിക്ക് കുറച്ച് ഓട്ട് വേണം. നീ മറ്റേ സാധനം സെറ്റ് ആക്കിയാ? ചക്ക മൂലക്കൊലിക്കുന്ന സെറ്റാണ്. എടാ മൈത്താണ്ടി, ചക്കലട ചർക്ക ഇവിടെ ദൈവമേ. ആ ദൈവം കണ്ട ഐറ്റം കറക്കന്ത്രം. അങ്ങനെ ക്ലിയർ ആയിട്ട് പറ. ഇത് നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഇപ്പൊ ഉണ്ട്. മേടിക്കാം. കിറോം കറക്കാം. നീ അത് ഇറക്കില്ലെങ്കിൽ ആ വീട്ടിൽ പോയിട്ട് പശുവിനെ കറക്കേണ്ടി വരും ഉറപ്പായിട്ടും.